ഹലോ, ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ഗരം മസാലയുടെ കൂട്ട് തയ്യാറാക്കിയാലോ. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു 150 ഗ്രാം പെരിഞ്ചീരകം, 10 ഗ്രാം ജാതിപത്രി, 5 ഗ്രാം ജീരകം, 15 ഗ്രാം തക്കോലം, 10 ഗ്രാം കുരുമുളക്, 45 ഗ്രാം കറുകപ്പട്ട, 45 ഗ്രാം ഏലക്ക, 20 ഗ്രാം കറുത്ത ഏലക്ക, ഗ്രാമ്പു ഒരു 40 ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട്. ജീരകവും കറുത്ത ഏലക്കയും ഓപ്ഷണലാണ്. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ മാത്രം ചേർക്കുക. നമ്മൾ ഒരുപാടൊന്നും ചേർക്കുന്നില്ല, കുറച്ച് മാത്രം ഒരു മണത്തിന് വേണ്ടി മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. അതിന് ശേഷം നമുക്കൊരു പാത്രം അടപ്പത്ത് വെച്ച് ഈ വലിയ ഐറ്റംസ് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കുക. അതായത് ജാതിപത്രിയും കറുകപ്പട്ടയും ഏലക്കായും തക്കോലവും കറുത്ത ഏലക്ക എല്ലാം ഇട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ചൂടായി ഒരു മണം വരുമ്പോഴും നമുക്കതിലേക്ക് രണ്ടാമതിട്ട് കൊടുക്കേണ്ടത് കുരുമുളകും ഗ്രാമ്പുമാണ്. അതും ഒരുപാട് ചൂടാവേണ്ട ആവശ്യമില്ല. നല്ലപോലെ ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് ലാസ്റ്റിൽ പെരിഞ്ചീരകവും ജീരകവും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. പെരിഞ്ചീരകവും ജീരകവും നമ്മൾ ലാസ്റ്റിൽ ഇട്ട് കൊടുക്കുന്ന ഈ വലിയ ഐറ്റംസിൻ്റെ കൂടെ നമ്മൾ ഇട്ട് കൊടുത്താൽ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നിങ്ങളതെപ്പോഴും ചെയ്യുമ്പോഴും ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് മാത്രം ചെയ്യുക. അതിൻ്റെ കളറൊക്കെ മാറി വരുന്നതിന് മുമ്പ് തന്നെ അത് നല്ല ഒന്ന് ചൂടായി അതിൻ്റെ മണം വരുമ്പോഴും നിങ്ങൾ തീ ഓഫാക്കി അതൊന്ന് ആറാൻ വെച്ചതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് അത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാവുന്നതാണ്. അത് പൊടിച്ചെടുത്ത് അതൊന്ന് ആറാൻ വയ്ക്കണം. ആറായി കഴിഞ്ഞ് മാത്രമേ നിങ്ങൾ ഇത് കുപ്പിയിലാക്കാവൂ. നല്ലൊരു ടൈറ്റ് കണ്ടെയ്നറിലേക്ക് നമുക്കത് കോരി മാറ്റി വയ്ക്കാവുന്നതാണ്. ഇത് ഒരുപാട് നാളിരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ മണമെല്ലാം പോകും. അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം കുറച്ചെടുത്ത് അത് പൊടിച്ച് വെച്ച് നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.